എന്താ അപ്പച്ച? എനിക്കത് കുളിക്കണമായിരുന്നല്ലോ ആളെ. അപ്പച്ചന് ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു. എന്നാ അപ്പച്ച? എന്നാ എന്നൊക്കെ തേച്ചിരിക്കുന്നുണ്ട്. ചാച്ചനൊന്ന് കുളിക്കണമായിരുന്നല്ലോ. ഞാനിപ്പോൾ കൊച്ചിനോട് പറഞ്ഞോളൂ ഒന്ന് കുളിക്കണമായിരുന്നു അല്ലേ. ഞാനെനിക്ക് ശരിക്കും ഒന്ന് മേല് വെച്ച് എനിക്ക് ശരിക്കും ഒന്ന് സോപ്പ് വെച്ചൊന്ന് അലക്കി എനിക്ക് കുളിക്കണം. എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കണം. എനിക്ക് ഞാൻ ശരിക്കും ഒന്ന് കുളിക്കട്ടെ. അന്ന് അധികം വൈകാണ്ട് തന്നെ ചാച്ചൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പഴയ വീട്ടിലായിരുന്നപ്പോഴും അപ്പച്ചൻ ബാത്റൂമിൽ ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു. ഞങ്ങളതന്ന് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷെ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അപ്പച്ചനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് ചാച്ചൻ്റെ മുറിയിലങ്ങോട്ട് ഒതുങ്ങിപ്പോയി. കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, പള്ളിയിലും പോണില്ല. ചാച്ചൻ കൂടുതൽ ക്ഷീണിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഒരു 4-5 ദിവസം പോയി. പിറ്റേന്ന് ചാച്ചൻ പുറത്തേക്കും പോയി. എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ചാച്ചൻ പുറത്തു പോയി വരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവരുടെ കോള് നമുക്ക് വരുന്നത്. റാഖേലിന്റെ വീട് വരെ വന്നായിരുന്നു. ഷാജി ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. അവൻ അവിടത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് അവളെ കുറച്ച് സുഖമായിട്ടിരിക്കണോ? ഞാൻ കുടിക്കാൻ എടുക്കാം. ആയിക്കോട്ടെ. എന്നിട്ട് എന്നാ ഉണ്ടോ ചേ? ഇത് നനയ്ക്കാറില്ലേ? 2 ദിവസം പറ്റിയില്ലെന്നേ. അയ്യോ, പാമ്പാടി പുഷ്പകളിലേക്ക് പോയപ്പം ആലിസ് ആശും മോശം മേടിച്ച സാധനം അത്. അവള് പോയതിനു ശേഷം ഞാൻ 2 പ്രാവശ്യം വെച്ച് നനയ്ക്കുമായിരുന്നത്. ശ്രദ്ധിക്കില്ലേ, ഇത് നല്ല മാറ്റമുണ്ട്. 2 ദിവസം തിരക്കായി പോയി. കപ്പവാട്ടുണ്ടായിരുന്നു. മോനെ അതെ, ഒന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ തോന്നിയതാ, പക്ഷെ നടന്നില്ല. ഒന്ന് എന്നിട്ട് അപ്പൻ എല്ലാ ദിവസവും ചെന്നോണ്ടിരുന്നത് അവിടെയായിരുന്നു. അന്ന് ഇത് കൊണ്ടുപോയില്ലായിരുന്നു. അലക്സ് പറഞ്ഞിരുന്നു വരുമെന്ന്. വാ കേറി വാ. ജോയിലിനെ എന്നാ തിരിച്ച് അമേരിക്കക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. പറയട്ടോ, ഇത്തവണ എൻ്റെ വാഷറിനായിരുന്നു കംപ്ലൈൻറ്റ്. അതിനകത്ത് മൊത്തം പായലും പൊടിയും കയറി കിടക്കുമായിരുന്നു. അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി. ആടാ ശരി എന്നാ. ആ ബാത്റൂമിലെ ഷവറിന് മാത്രം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. എന്നതായിരുന്നു ചായ പ്രശ്നം?